ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ സുപ്പു ഇന്നാണെങ്കിൽ ഒത്തിരി ദിവസമായിട്ട് നമ്മുടെ കാർക്കൂസിലൊക്കെ ഇങ്ങനെ കറുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നാച്ചുറൽ ഡൈ ആണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. കണ്ടു, ദേ രാവിലെ ഇത് കലക്കി സെറ്റാക്കി വെച്ചേക്കുകയാണ് ഞാൻ. ഇനി ഇതൊന്ന് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ദിവസമായി കേട്ടോ ഞാനിത് പരട്ടിയിട്ട് ചേറെ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫുള്ള് നമുക്ക് തേച്ച് പിടിപ്പിക്കണേ. എൻ്റെ ഇവിടെയൊക്കെ അങ്ങോട്ട് കറുപ്പൊക്കെ മാറി ചെമ്പനായിട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ പുരട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ കൈ കൊണ്ടൊക്കെ വാരി പുരട്ടാറാണ് പരിപാടി. പക്ഷേ ഇത് നമുക്ക് 1 മാസം വരെ ഇതേമാതിരിയൊക്കെയുള്ള നമ്മുടെ നാച്ചുറൽ ഡൈ നിൽക്കും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കേ. ഇത് നമ്മുടെ സാദാ എണ്ണ പൗഡറും കുറച്ച് നെല്ലിക്കപ്പൊടിയും കുറച്ച് നീലാമരിയും കുറച്ച് മൈലാഞ്ചിപ്പൊടിയും കുറച്ച് നമ്മുടെ കട്ടൻ ചായയും ഒക്കെ തിളപ്പിച്ച് കൂട്ടിയ മിശ്രിതമാണിത് കേട്ടോ. ഇന്ന് വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ചെയ്യാൻ. സാധാ നമ്മൾ ഡൈ ചെയ്യത്തില്ല, പൊടിയൊക്കെ ഇടത്തില്ല, അതേമാതിരിയൊക്കെ അങ്ങോട്ട് കൂട്ടി ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ. രാവിലെ കൂട്ടി വെച്ചതാണ്. ഇനിയിപ്പം തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം വൈകിട്ടായി കേട്ടോ, സമയം ഇത്രയായില്ലേ. അപ്പോഴേച്ച് നേരത്തെ ഞാനിത് ഉണ്ടാക്കി വെച്ചാൽ ഒരു 3-4-5 മണിക്കൂർ ഞാൻ ഇത് വെച്ചു കേട്ടോ. ആ സംഭവമാണിത്. ഫുള്ള് നമുക്ക് തേച്ച് പിടിപ്പിക്കും. ഒത്തിരി ദിവസമായി ഞാൻ ചെയ്തിട്ട് കേട്ടോ. അപ്പോഴെന്തായാലും ഞാൻ ഇന്ന് ഇത് കാർക്കൂന്തലിൽ ഇട്ട് കൊടുക്കുന്നുണ്ടോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഒരു മാസം വരെയൊക്കെ നമ്മുടെ മുടിക്ക് നല്ല കളറായിട്ട് നിൽക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ പുരട്ടി നോക്കൂ. ഞാൻ ഇതുവരെയും കെമിക്കൽ ഡൈ തേച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ മുടിയിൽ ഇതുവരെയും തേച്ചിട്ടില്ല. അത് ഈ നര വന്ന സമയം മുതൽ ഞാൻ ഇതേമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ഇതാണ് കേട്ടോ. ഓരോന്നും ഞാൻ മാറ്റി കൊടുക്കും. മാറ്റി നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അല്ലാതെയുള്ള നമുക്ക് അല്ലാതെ നമ്മൾ അരച്ചൊക്കെ ഉണ്ടാക്കത്തില്ലേ, നമ്മുടെ ഞവരയിലയുടെ ആ നീരും ഒക്കെ പിഴിഞ്ഞ് ഇതുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ പല വിധത്തിലുള്ള ഡൈയൊക്കെ ഞാൻ ഉണ്ടാക്കി തേക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഹെന്ന പൗഡറും കുറച്ച് നെല്ലിക്കപ്പൊടി, നീലയമരി പൗഡർ, നമ്മുടെ മൈലാഞ്ചിപ്പൊടി, തേയില, കട്ടൻ ചായ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. സാധാ നമ്മളെപ്പോഴും പരട്ടുന്നത് പോലെ തന്നെ നമുക്ക് പരട്ടാം കേട്ടോ. ഞാനെപ്പോഴും കൈ വെച്ച പരട്ടണേ. ഇവിടെല്ലാം കളറ് മാറി വന്നതാണ് കേടല്ലേ. ഞാൻ ഇങ്ങനെ കൈ വെച്ചാട്ടോ ഇവിടെ പരട്ടുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. നമുക്ക് സത്യം പറയാം, ഇത് നല്ല തണുപ്പാണ്. ഇവിടെ അങ്ങ് നിൽക്കാൻ വയ്യ കൂട്ടരേ. ഭയങ്കരമായിട്ട് വെയിലുണ്ട് കേട്ടോ. എങ്ങും നമുക്ക് നിൽക്കാൻ വയ്യ. എൻ്റെ ഈ 2 സൈഡിലാണ് കൂടുതലായിട്ട് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെ നര കുറച്ചൊക്കെ താഴേക്ക് പോവും. ഈ ഭാഗത്താണ് നന്നായിട്ട് നരയുള്ളത് കേട്ടോ. നമ്മൾ ക്യാമറയ്ക്കകത്ത് നോക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ക്യാമറയെ നോക്കണം, നമ്മുടെ മുടിയെ നോക്കണം. അങ്ങനെ വരുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. എന്തായാലും ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കാണിക്കും. പിന്നെ നമുക്ക് ഫുള്ള് തേക്കാം. ഇത് ഇവിടെ ആണ് കേട്ടോ. ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി കേട്ടോ തേച്ചിട്ട്. നമുക്ക് തലേന്ന് ഇത് ചെയ്ത് വെച്ചിട്ട് തേക്കാം കേട്ടോ. തലേന്ന് രാത്രി നമുക്ക് കൂട്ടി വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ രാവിലെ വെളുപ്പിനെ കുളിക്കുന്നത് കൊണ്ട് അങ്ങനെ എനിക്ക് തേച്ച് നിൽക്കാനൊക്കത്തില്ല കേട്ടോ. ഞാൻ ഒരു 5:30-5:45 കുളിക്കും. അപ്പോഴും ഇനി ഇത് പുരട്ടാനൊന്നും സമയമില്ല കേട്ടോ. നിങ്ങൾ കയ്യറയൊക്കെ ഇട്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലായിടത്തും പിടിക്കണം. നമുക്കൊരാൾ ഹെൽത്ത് ചെയ്യാനുണ്ടെങ്കിൽ നല്ല കേട്ടോ. എല്ലാ വശത്തോട്ടും നമുക്ക് ചെയ്യും. എല്ലാ വശത്തോട്ടും. എൻ്റെ 2 വശത്ത് പിന്നെ നമ്മുടെ മുടിയുടെ നെറ്റിയുടെ ഈ 2 സൈഡിലാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ആയി തുടങ്ങി, പുറകോട്ടായി തുടങ്ങി.
ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാനിങ്ങനെ നിൽക്കും കേട്ടോ. തേച്ചിട്ട് തേച്ച് ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ സൂപ്പ് മണി ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ ഉള്ളിലൊക്കെ ഞാൻ പറ്റിയിട്ട് വരട്ടെ കേട്ടോ. അത് ഞാൻ അപ്പുറത്തോട്ട് നിന്ന് പോർച്ച് മൊത്തം ആവും കേട്ടോ. ഇത് ഞാൻ അപ്പുറത്ത് നിന്ന് പരട്ടിയിട്ട് ഞാൻ വരാം. ഫുള്ള് മുടി തേക്കണം കേട്ടോ. എന്നിച്ച് ഏറെ ഞാൻ ഉണ്ടാക്കി ഫുള്ള് തേച്ച് പിടിപ്പിക്കേ. തേച്ച് പിടിപ്പിച്ചിട്ട് വരട്ടെ. അപ്പോഴിതാ സൂപ്പ് ഫുള്ള് തേച്ച് പിടിപ്പിച്ച് തറയിലൊക്കെ വീണ് കേട്ടോ. തറയിലൊക്കെ വീണ് ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ വെളിയിൽ പോയി എന്നാ തേച്ച് പിടിപ്പിച്ചത് കേട്ടോ. ഇവിടെ നിന്ന് പുരട്ടിയാലേ എനിക്ക് അതിനേക്കാട്ടിലും പണി കിട്ടും. അപ്പോൾ സൂപ്പറായിട്ട് എല്ലായിടത്തും ബാക്കിലും ഫ്രണ്ടിൽ വെപ്പുമുടിയൊക്കെ വെക്കത്തില്ലേ, വെപ്പുമുടിയൊക്കെ വെച്ചേക്കുന്നത് പോലെ ഞാൻ അങ്ങോട്ട് നിന്നങ്ങോട്ട് പുരട്ടി കേട്ടോ. അപ്പോൾ ഈ 2 ഭാഗത്താണ് എനിക്ക് നര കൂടുതലായിട്ടിരുന്നത്. ഇവിടെ 2 ഭാഗത്താണ് നര കൂടുതലായിട്ടിരുന്നത്. അപ്പോൾ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചേട്ടോ. ഇത് 1 മാസമൊക്കെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് കളറായിട്ട് കിട്ടും കേട്ടോ. മൈലാഞ്ചിപ്പൊടിയും എണ്ണപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് പരട്ടിയത് കൊണ്ട് തന്നെ 1 മാസമൊക്കെ ഇതങ്ങോട്ട് നിൽക്കും. കളറായിട്ട് തന്നെ നമ്മുടെ ഈ ഡൈ നിൽക്കും കേട്ടോ. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കോ നമ്മുടെ തലയ്ക്കോ ഒരു കുഴപ്പങ്ങളും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തലയ്ക്കോ തലവേദനയോ ഒന്നും, മുടി കൊഴിച്ചില്ല ഒന്നുമില്ല. ഉള്ള മുടി നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ നെല്ലിക്കാപ്പൊടിയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്നാൾക്ക് ഒറിജിനൽ മൈലാഞ്ചി ഇല പറിച്ചുകൊണ്ട് വെച്ചിരുന്നു. പക്ഷേ എവിടെ കൊണ്ട് വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതേപോലെ ഒന്ന് അരച്ച് വെക്കാം. വേറെ നമുക്ക് കൂട്ടൊക്കെ ആക്കി ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി തന്നെയാണ്. എണ്ണ പൗഡർ, മൈലാഞ്ചിപ്പൊടി, നീലയമരിപ്പൊടി, നമ്മുടെ നെല്ലിക്കാപ്പൊടി, കഞ്ചായക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതാണിത് കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം വീഡിയോ എടുക്കാനൊന്നും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. അപ്പോഴിപ്പോഴത്തേക്കാൻ വന്നപ്പോഴില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് കേട്ടോ. കഴിക്കൊന്നും ഒരു കുഴപ്പമില്ല, കളറൊന്നും പിടിക്കത്തൊന്നുമില്ല. നമ്മൾ സ്ഥിരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മുടിക്ക് നല്ല കളറ് കിട്ടും കേട്ടോ, നല്ല കളറ് കിട്ടും. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ പരീക്ഷിക്കണം. നാച്ചുറലാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. നാച്ചുറലായിട്ടുള്ള ഇതേപോലുള്ള സംഭവങ്ങൾ മാത്രം നമ്മൾ വാരി തേക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കിപ്പം ഞാനൊക്കെ തുടക്കക്കാരായതുകൊണ്ട് ഇങ്ങനെ പുരട്ടിയത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുടി നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയത്തില്ല, നമ്മുടെ കെമിക്കൽ ഡൈ തേച്ചിട്ട് ഇതേമാതിരിയുള്ള നാച്ചുറൽ ഡൈ ആ മുടിയിൽ പിടിക്കത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഏറെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് പുരട്ടി ഒത്തിരി നാളൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ പുരട്ടിയാൽ ആ മുടി പിടിക്കും. പക്ഷേ നമ്മുടെ കെമിക്കൽ ഡൈ തേച്ചിട്ട് പെട്ടെന്ന് ഇതങ്ങോട്ട് പുരട്ടിയ മുടിയിൽ എനിക്കറിയത്തില്ല കേട്ടോ. റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാൻ വയ്യ. ഞാനൊക്കെ ഇതേപോലെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് പുരട്ടുന്നത് കേട്ടോ. എപ്പോഴും ഒക്കെ പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ടിപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഭവം ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്പ് എല്ലാം ചെയ്യുന്നത്. മുഖത്തെ കരിവാളിപ്പ്, കരിമങ്കലും, കറുത്ത പാടുകൾ, വെളുത്ത പാടുകൾ എല്ലാം മാറിക്കിട്ടും കേട്ടോ. നല്ല ഓജസ്സും തേജസ്സും ഒക്കെ വരുന്ന ടിപ്പുകൾ നമ്മുടെ ലോങ് വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട് കേട്ടോ. അതെല്ലാം നോക്കി ചെയ്യണം. ഒരു കുഴപ്പങ്ങളും ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പൊക്കെ ദോശമാവ്, കടലമാവ് ഇതൊക്കെ തന്നെയാണ് പുരട്ടുന്നത് കേട്ടോ. വലിയ കുഴപ്പങ്ങളും കേടുപാടുകളും ഒന്നുമില്ല. എൻ്റെ മുഖത്ത് വലുതായിട്ട് മുഖക്കുരുവോ പാടുകളോ ഒന്നുമില്ല, കറുപ്പ് ഒന്നുമില്ല. അപ്പോൾ പറയും നിങ്ങൾ ഈ കറുപ്പ് ഇങ്ങനെയൊക്കെ കമൻറ്റ് വരും കേട്ടോ. ഈ കറുപ്പ് എന്താ മാറാതെ? ഈ കറുപ്പ് അങ്ങനെ മാറത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോഴിന്ന്
കൂട്ട് ഞാനൊന്നും കാണിച്ച് തന്നില്ല, വെറുതെ ഞാനൊന്ന് പുരട്ടുന്നതൊന്ന് കാണിച്ചു തന്നു മാത്രം കേട്ടോ. ഇതിന് ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കഴുകി മാറ്റത്തുള്ളൂ കേട്ടോ. അതുവരെ ഇങ്ങനെ മുടിയിൽ വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറിക്കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇതൊക്കെ ചെയ്യണം കേട്ടോ. നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴും നമ്മൾ നമ്മുടെ മുഖത്തും തലയിലും ഒക്കെ ചെയ്താൽ മതി. നാച്ചുറൽ, ഒരു കെമിക്കലും ഇല്ലാത്ത സംഭവങ്ങളാണ്. അടിപൊളിയാണ്, പൊളിയാണ് കേട്ടോ. ചെയ്ത് നോക്കുക. അപ്പോഴേ എല്ലാവർക്കും ടാറ്റ.